നിങ്ങളുടെയൊക്കെ റിസൾട്ട്സ് വരുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ഒരു കിക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഞാനെന്ന് പറഞ്ഞ് നമുക്ക് കയറും, നമുക്ക് കയറിയല്ലോ. ഇപ്പം സാറ് വാഴ സിനിമ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. അതിനകത്ത് ക്ലൈമാക്സിനകത്ത് അസീസ് നെടുമങ്ങാട് സാർ ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് എൻ്റെ അച്ഛൻ. അപ്പോൾ അതിൽ നല്ല പേയിങ് ആയിട്ടുള്ള ജോലി മാറ്റി നിർത്തിയിട്ടാണ് യു ഡിസൈഡഡ് ടു സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഫോർ യു. പിന്നെ ഞാനാക്കി തീർത്തതിലൊരു വലിയൊരു പങ്കല്ല 100% വഹിച്ചിരിക്കുന്ന എൻ്റെ ടീച്ചേഴ്സും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ സ്കൂളിലുള്ള ആൾക്കാരുമാണ്. ഇപ്പം ഈ ഡിപ്പിൽ കൂടെ ഒത്തിരി പേര് പാസ് ചെയ്തുണ്ട്. എവരിവൺ ഈസ് ടോക്കിംഗ് അബൌട്ട് ദ സ്റ്റോറി ഓഫ് അണ്ടർഡോഗ്സ് ഹു ഈസ് റീച്ചിങ് ദർ. നോബഡി ടോക്സ് അബൌട്ട് ദ സ്റ്റോറി ഓഫ് സമ്മൺ ഹു അവൻ IIT. ഹായ് ഓൾ, ദിസ് ഇസ് ഷിനാസ്. ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് രജത്താണ്. ഇത്തവണത്തെ UPSC റാങ്ക് ലിസ്റ്റിൽ 169 റാങ്കാണ് രജത്ത് കരസ്ഥമാക്കിയിരിക്കുന്നത്. രജത്ത്, കൺഗ്രാറ്റുലേഷൻസ്. രജത്ത് തിരുവനന്തപുരം സ്വദേശിയാണ്. തിരുവനന്തപുരത്ത് തന്നെ എണ്ണം പറഞ്ഞ് തിരുവനന്തപുരത്തിൻ്റെ ഭയങ്കര അഭിമാനമായിട്ടുള്ള ലയോള സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ ഇതിനു മുമ്പ് ലയോള സ്കൂൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് പൃഥ്വിരാജ് പഠിച്ച സ്കൂളാണല്ലേ? അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. പുള്ളി പഠിച്ചിട്ടില്ല. പുള്ളി അവിടുത്തെ എന്തോ കോമ്പറ്റീഷൻ, ഒരു കോമ്പറ്റീഷനാണ് ലാ ഫെസ്റ്റ്. അതായത് തിരുവനന്തപുരത്തെ കോമ്പറ്റീഷൻസ് എടുത്താൽ നിസ്സംശയം പറയാം ലാ ഫെസ്റ്റ് ഇസ് ദ ബെസ്റ്റ്. അപ്പോൾ അത് ജയിച്ചതിലൂടെയാണ് പുള്ളിക്ക് ആ ഒരു സ്റ്റാർട്ട് വന്നേ കിട്ടിയതും. മേ ബി അത് ജയിച്ചത് കൊണ്ട് പുള്ളിയുടെ കാലിബർ നമുക്ക് ഇപ്പോഴും അങ്ങനെ. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം യുവർ ഫൗണ്ടേഷൻ, റൈറ്റ്? എന്തായിരുന്നു ലയോള സ്കൂളിലെ ഒരു എക്സ്പീരിയൻസ്? സർ, എന്നെ ഞാനാക്കി തീർത്തതിലൊരു വലിയൊരു പങ്കല്ല 100% വഹിച്ചിരിക്കുന്ന എൻ്റെ ടീച്ചേഴ്സും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ സ്കൂളിലുള്ള ആൾക്കാരുമാണ്. ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ മേ ബി വൺ ഓഫ് ദ ഫസ്റ്റ് പീപ്പിൾ ടു കോൾ വർ മൈ ഫ്രണ്ട്സ്. അതുമാത്രമല്ല, ടീച്ചേഴ്സ്, നിസ്സംശയം പറഞ്ഞു തിരുവനന്തപുരം വൺ ഓഫ് ദ ബെസ്റ്റ് ടീച്ചേഴ്സ് അവിടെയാണ് ഉള്ളത്. അതിൻ്റെ ഞാൻ വെറുതെ പറയുന്നതല്ല അത്. കാര്യം 8, 9, 10 നമ്മൾ ജോഗ്രഫി, ഹിസ്റ്ററി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച ടീച്ചർമാരുടെ ക്ലാസ്സുകൾ എനിക്ക് ഇപ്പോഴും വളരെ ക്ലിയർ ആയിട്ട് എൻ്റെ മനസ്സിലുണ്ട്, അവർ പറയുന്ന കാര്യങ്ങളും അതുമൊക്കെ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം 2020 ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു 2 മാസമൊക്കെ പഠിച്ചിട്ടാണ് ഞാനത് എഴുതിയത്. ഹിസ്റ്ററി പോലുള്ള സബ്ജക്റ്റുകൾക്ക് ഞാനങ്ങനെ ജോഗ്രഫി അതൊന്നും എനിക്ക് വലിയ ഇതൊന്നുമില്ല. ആ ടീച്ചർമാർ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മേ ബി അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ കയറിപ്പോയതും. പിന്നെ അവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്താനും സാധിക്കും. അതുകൊണ്ട് ഐ ഓ കംപ്ലീറ്റ്ലി മൈ അച്ചീവ്മെൻറ്റ്സ് എവറിത്തിങ് ടു ലയോള സ്കൂൾ. ബട്ട് ലയോളയിൽ രജത്ത് ഇപ്പോൾ അക്കാഡമിക്സിനെ പറ്റി പറഞ്ഞു. ഐ തിങ്ക് ലയോള ഈസ് ഈക്വലി സ്ട്രോങ് ഫോർ ഓൾ ദ നോൺ അക്കാഡമിക് ആക്ടിവിറ്റീസ് ലൈക്ക് കോ-കരിക്കുലർ ആക്ടിവിറ്റീസ്, റൈറ്റ്? അതെ. അപ്പോൾ സ്കൂളിൽ ക്യൂസിംഗ് പോലുള്ള ഹോബീസിൽ ഞാൻ പണ്ടുപോലെ ഇൻവോൾവ് ആയിരുന്നു. അതുമാത്രമല്ല, ലീഡർഷിപ്പ് എന്താണെന്ന് എന്നെ പഠിപ്പിക്കുന്ന സ്കൂളാണ്. പണ്ട് മുതലേ ഒരുപാട് ടീംസിനെ ലീഡ് ചെയ്യുക, ഇവൻ നമ്മൾ ക്ലാസ് ലീഡർ പോലുള്ള പൊസിഷൻസിലൊക്കെ നമ്മൾ ഇത് ചെയ്യുക. അപ്പോൾ അന്ന് മുതലേ ഒരു ലീഡർഷിപ്പ് എന്താണെന്നുള്ളൊരു ആ ഒരു വാല്യൂസ് നമ്മളിൽ ഇംബൈബ് ചെയ്യാൻ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മളിവിടെ ഇരിക്കുമ്പോഴത്തേക്കും അത് വരുന്നതെന്ന് വെച്ചാൽ ആ സ്കൂളിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണ്. സോ ഫ്രം ലയോള യു മൂവ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ്, അതായത് ഗ്രാജുവേഷൻ പോവാം. അപ്പോൾ ഗ്രാജുവേഷൻ സമയത്ത് എൻജിനീയറിംഗ് ചൂസ് ചെയ്യുന്നു ആൻഡ് IIT പാലക്കാട്ടിൽ ആണ് ജോയിൻ ചെയ്യുന്നത്. ആൻഡ് ഐ തിങ്ക് IIT പാലക്കാട് വൺ ഓഫ് ദ വളരെ യങ് ആയിട്ടുള്ള ഒരു IIT ആണ്. എനിക്കൊന്നും നമ്മൾ ഫസ്റ്റത്തെ തവണ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഈ ഒരു ചോദ്യം നോക്കിയിട്ടുണ്ട്. അതായത് ഇഷ്ടംപോലെ IIT വരുന്നതിനെ പറ്റിയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൈ ക്വസ്റ്റ്യൻ ഈസ് ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ആൻഡ് ഹൗ IIT പാലക്കാട് ആക്ച്വലി താങ്കൾ ഷേപ്പ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയായിരുന്നു? അതെ, നമ്മുടെ കേരളത്തിലെ IIT ആണ് IIT പാലക്കാട്. അപ്പം IIT പാലക്കാടിലെ ഫസ്റ്റ് ബാച്ചിലെ മലയാളി സ്റ്റുഡൻറ്റ് 10 മലയാളി സ്റ്റുഡൻസിൽ ഒരാളായിട്ടാണ് ഞാൻ കയറിയത്. അപ്പോൾ തീർച്ചയായും ഒരു മലയാളി എന്ന നിലയിൽ ഭയങ്കര അഭിമാനമുള്ളൊരു നിമിഷമായിരുന്നു അത്. അപ്പം അവിടുന്ന് അത് കയറി. ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ചോദ്യമുണ്ട്, ഇങ്ങനെ പഴയ IIT ഇത്ര ഉള്ളപ്പോൾ നമ്മൾ പുതിയ IIT പോകണമെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ നോട്ടീസ് ബോർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ മേ ബി പറയാം IIT പാലക്കാട് ഫുട്ബോൾ ടീമിൻ്റെ ആദ്യത്തെ ക്യാപ്റ്റൻ ഞാനായിരുന്നു. അപ്പോൾ അങ്ങനെ വളരെ ഫസ്റ്റ്. അതെ. അപ്പോൾ ഒരു സാധനം സ്ക്രാച്ചിൽ നിന്ന് ഇപ്പോൾ ഉള്ള നിലയിലോട്ട് എത്തിക്കുന്നതിൽ നമുക്ക് വളരെ ഒരു പങ്ക് വഹിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് എഗെയിൻ ആ ലീഡർഷിപ്പ്, ആ ഒരു ബിൽഡിങ് ഫ്രോം സ്ക്രാച്ച്, ആ ഒരു ക്രിയേറ്റീവ് അതൊക്കെ എനിക്ക് IIT പാലക്കാട് നിന്നാണ് കിട്ടിയത്. പിന്നെ അവിടുന്ന് എൻജിനീയറിങ്ങിനെക്കാട്ടിയും കൂടുതൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളാണ് പിക്ക് ചെയ്തത്. അപ്പോൾ ആസ് എ പേഴ്സണാലിറ്റി ഓൾസോ എന്നെ ഷേപ്പ് ചെയ്യാനായിട്ട് പാലക്കാട് വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. ഐ സ്റ്റിൽ റിമെമ്പർ യുവർ ഡാഫ്. ഇഷ്ടംപോലെ ലീഡർഷിപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ, അതായത് ഇഷ്ടംപോലെ ലീഡർഷിപ്പ് ആക്ടിവിറ്റീസ് അതിനകത്തുണ്ട്. ഒത്തിരി പ്രോഗ്രാംസ് നീ ഹെഡ് ചെയ്യുന്നതിൻ്റെ. അപ്പം ഐ തിങ്ക് IIT പാലക്കാടിന് അതിൻ്റേതായൊരു പോസിറ്റീവ് റോൾ ഇതിലുണ്ട് ഈ ഒരു ഹോൾ ജേർണിയിൽ. ബട്ട് സാധാരണ രീതിയിൽ IIT കഴിഞ്ഞിട്ട് ഒരു ഒബ്വിയസ്ലി ഒരു ഗ്രാജുവൽ പ്രോഗ്രഷനാണ് ഫ്രം IIT ടു IIM.
അപ്പം MBA എടുക്കാനായിട്ടുള്ള ആ സമയത്തെ പ്രചോദനം എന്തായിരുന്നു? സർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ആ ടെക്നിക്കൽ സൈഡിൻ്റെ ഒരു എക്സ്പെർട്ടീസ് അല്ല ഞാൻ IIT-യിൽ നിന്ന് നേടിയത്. ഞാൻ കൂടുതലും അവിടുത്തെ വേറെ ആക്ടിവിറ്റീസ്, ലീഡർഷിപ്പ് പൊസിഷൻസ്, ക്രിയേറ്റീവ് സൈഡ്, അതിലൊക്കെയാണ് ഞാൻ കൂടുതലായും ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ MTech എടുത്ത് IIT തന്നെ എനിക്ക് MTech, വേറെ ഏത് IIT-യിൽ വേണമെങ്കിലും എനിക്ക് MTech-ന് ജോയിൻ ചെയ്യായിരുന്നു. ആ ഒരു ഓപ്ഷനും ഉണ്ട്. MBA-യിൽ ജോയിൻ ചെയ്യായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കഴിവുകളൊക്കെ ആ ഒരു ലീഡർഷിപ്പ് പൊസിഷൻസിലാണ് വരുന്നത്. അപ്പോൾ അത് വെച്ച് ഞാൻ നോക്കുമ്പോഴത്തേക്കും എനിക്ക് കൂടുതൽ ഫിറ്റ് ആയിരിക്കുന്നത് IIM പോലുള്ള മാനേജ്മെൻറ്റ് സൈഡിലാണെന്നും മനസ്സിലായി. പിന്നെ I trusted that I was better in people skills than technical skills. അപ്പോൾ അതുകൂടെ കൊണ്ടാണ് ഞാൻ IIM-ൽ MBA-ക്ക് ആയിട്ട് പോകുന്നത്. ആൻഡ് ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? ഏത് IIM-ലായിരുന്നു? ആൻഡ് അതിനുശേഷമുള്ള കരിയർ എങ്ങനെയായിരുന്നു പ്രോഗ്രസ് ചെയ്തത്? ഞാൻ IIM ഇൻഡോറിലാണ് ജോയിൻ ചെയ്തത്. 2019 മുതൽ 2021 വരെയുള്ള ബാച്ചിലാണ് പഠിച്ചത്. അതിനുശേഷം ഞാൻ ഒരു 1.5 കൊല്ലത്തോളം ഡോയ്ഷെ ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2 സ്റ്റാർട്ടപ്പുകളിലും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ബാംഗ്ലൂർ വേറൊരു സ്റ്റാർട്ടപ്പിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴാണ് ആക്ച്വലി റിസൾട്ട് വരുന്നതും. അങ്ങനെയാണ് എൻ്റെ ഒരു കരിയർ പ്രോഗ്രഷൻ. അപ്പം IIM is said to be very കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു വേർഡാണ് IIM-ലുള്ളത് എന്ന് കേട്ടിട്ടുണ്ട്. ഈസ് IIM ഇൻഡോർ ഡിഫറെൻറ്റ് ഓർ ഈസ് ഇറ്റ് എ കോമ്പറ്റീറ്റീവ് ഇറ്റ്സ്? സർ, എനിക്ക് സത്യം പറഞ്ഞാൽ അതിനോട് ഒരു വിയോജിപ്പാണുള്ളത്. കാര്യം കോമ്പറ്റീഷൻ ഉണ്ട്, പക്ഷേ നമ്മളെപ്പോഴും കേട്ടിരിക്കുന്നത് വെച്ചാൽ IIM-ൽ കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ ഉണ്ട്. നമുക്ക് എന്താ പറയുക, നമ്മൾ അതിനോടൊപ്പം എത്തിയില്ലെങ്കിൽ നമ്മളങ്ങ് അരിഞ്ഞു കളയും, അങ്ങനത്തെ ഇതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ക്ലോസ് ആയിട്ട് ഇപ്പം നിൽക്കുന്ന ഗ്രൂപ്പുകളിൽ ഒന്നാണ് എൻ്റെ IIM ഫാമിലി. ഞങ്ങൾക്ക് കേരള ഇൻഡോർ മലയാളി അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവിടെ മലയാളി കീമ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ 30 ആൾക്കാരും ഇപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അതായത് എൻ്റെ ജേർണിയിലെ എല്ലാ സ്റ്റെപ്സും അവർക്ക് അറിയായിരുന്നു. അപ്പോൾ അവർ ത്രൂ ഔട്ട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഇപ്പം അവിടുത്തെ ഞാൻ വൺ ഓഫ് ദ യങ്ങസ്റ്റ് മെമ്പേഴ്സാണ് ആ ഒരു ഗ്രൂപ്പിനകത്ത്. അപ്പം അവർക്ക് എല്ലാവർക്കും എനിക്ക് എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ്. ഞാനും അവരെ എൻ്റെ ചേട്ടൻ അല്ലെങ്കിൽ ചേച്ചി ആ ഒരു രീതിയിലാണ് ഇവരെല്ലാവരെയും കാണുന്നത്. അപ്പോൾ ഞാൻ ഈ ജേർണിയിൽ ഓരോ സ്റ്റെപ്പിൽ ഞാൻ പരാജയപ്പെട്ടു പോകുമ്പോഴും ഇവരൊക്കെ ഇപ്പോഴും മൾട്ടിനാഷണൽ കമ്പനീസിൽ അസോസിയേറ്റ്സ്, സീനിയർ മാനേജേഴ്സ്, വൈസ് പ്രസിഡൻസ് ഇവരൊക്കെയാണ്. എടാ നീ ഓക്കെ അല്ലേ, നിനക്ക് എന്താ ചെയ്യണ്ടേ, ഞങ്ങൾ വേറെ കമ്പനിയോട്ട് റെഫർ ചെയ്ത് തരണോ, ഇങ്ങനെയൊക്കെ ചോദിച്ച് മേ ബി എൻ്റെ റെസ്യൂമെ അപ്ഡേറ്റ്, എൻ്റെ ഡാഫ് സെഷൻ എൻ്റെ കൂടെ ഇരുന്നിട്ട് എനിക്ക് ഇങ്ങനെ ഗൈഡൻസ് ഓഫർ ചെയ്യുന്നു. അവർക്കൊക്കെ കുട്ടികളുമുണ്ട്, എന്നെക്കാട്ടിയും വളരെ ബിസി ആയിട്ടുള്ള ലൈഫാണ്. അതിൻ്റെ ഇടയ്ക്കൊക്കെ അവർ നമ്മളായിട്ട് സമയം കണ്ടെത്തുന്നു. അപ്പം ബിയോണ്ട് കോമ്പറ്റീഷൻ ഒരു കോപ്പറേറ്റീവ് എൻവയറമെൻ്റ് ആണ് അവിടെ. അപ്പോൾ അവരുള്ളപ്പം എനിക്ക് നമ്മളിത് ഒരാളായിട്ട് എഴുതുന്ന ഒരു പരീക്ഷയല്ലല്ലോ, ഒരുപാട് പേര് നമ്മുടെ കൂടെ ഇല്ലേ. അപ്പം അവർ കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യമാണ് എന്നെ ഈ അറ്റംപ്റ്റിലോട്ട് ഇറങ്ങിത്തിരിക്കാനും സർവീസ് കിട്ടാനും വളരെയധികം സഹായിച്ചിരിക്കുന്നത്. അപ്പം അതിലൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കുട്ടികളും ഇത് അവരുടെ ഒരു സക്സസ് ആയിട്ടാണ് കരുതുന്നത്. പക്ഷെ ഇത് ഒരു കൂട്ടായ്മ അതിന്റെ പിന്നിലുണ്ടെന്നുള്ളത് പലപ്പോഴും റിയലൈസ് ചെയ്യത്തില്ല. തീർച്ചയായും. ഡോയ്ഷെ ബാങ്കിൽ എത്ര ഉണ്ടായിരുന്നു സാലറി? ഡോയ്ഷെ ബാങ്ക് നല്ല സാലറി തരത്തില്ലേ? അതെ. ഡോയ്ഷെ ബാങ്ക് നല്ല സാലറിയാണ്. നല്ല 2 സ്റ്റാർട്ടപ്പിലൊക്കെ വർക്ക് ചെയ്തു. അപ്പം ഫിനാൻഷ്യലി നല്ല പേയിങ് ആയിട്ടുള്ള ജോലി മാറ്റി നിർത്തിയിട്ടാണ് യു ഡിസൈഡഡ് ടു സ്റ്റാർട്ട് പ്രിപ്പയറിങ് ഫോർ UPSC എക്സാമിനേഷൻ. സോ ഇതാണ് എനിക്ക് അറിയേണ്ടത്. വാട്ട് മെയ്ഡ് ഇറ്റ് ടു ഷിഫ്റ്റ്? അതോ ഇത് ഒരു കോൺഷ്യസ് ഷിഫ്റ്റ് ആയിരുന്നോ, അതോ ഇത് ഓൾറെഡി എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം ഇപ്പോൾ വന്നതായിരുന്നു? എങ്ങനെയായിരുന്നു UPSC പ്രിപ്പറേഷനിലേക്ക് തിരിയുന്നത്? സർ, ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ഒരു റൂട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ IIM-ൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പോലെ IIM-നെ പറ്റിയുള്ളൊരു മിസ്കൺസെപ്ഷനാണ് തീർത്തും ക്യാപിറ്റലിസ്റ്റിക് അല്ലെങ്കിൽ തീർത്തും പ്രോഫിറ്റ് മേക്കിംഗ് ഒരു സാധനമാണ് നമ്മളവിടെ പഠിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. IIM-ൽ റൂറൽ ഇമേഴ്ഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ റൂറൽ എൻഗേജ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നൊരു കോഴ്സ് തന്നെയുണ്ട്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ നമ്മളൊരു 10 ദിവസം ഒരു തീർത്തും റൂറലായിട്ടുള്ള, അതായത് ഏറ്റവും ബാക്ക്വേർഡ് ആയിട്ടുള്ളൊരു ഗ്രാമത്തിൽ പോയിട്ട് നമ്മൾ 10 ദിവസം അവിടെ ഒരു എന്താ പറയുക നെറ്റ്വർക്ക് കണക്ഷൻ ഒന്നുമില്ല നമ്മളവിടെ കഴിയുകയാണ്. അപ്പോൾ അവരുടെ പ്രോബ്ലങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി നമ്മൾ സൊല്യൂഷൻസ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ആക്ച്വലി ഞാൻ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ആദ്യം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഒരു വർക്കിൻ്റെ ഒരു സ്കോപ്പ് എത്ര ലാർജാണ്, ഈ ഒരു ക്യാൻവാസ്, പിന്നെ എത്രത്തോളം നമുക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഈ ഒരു കാര്യത്തിനൊക്കെ പറ്റി ആദ്യത്തെ ഒരു ഐഡിയ എനിക്ക് അവിടെ നിന്നാണ് കിട്ടുന്നത്. അപ്പം ബേസിക്കലി ഞാനിപ്പോൾ മാനേജ്മെൻറ്റ് പഠിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് പ്രോപ്പറായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും എന്നൊരു ഐഡിയ ആദ്യം ഇവിടെ കിട്ടി. പക്ഷേ
ബാക്ക് ഓഫ് മൈൻഡിൽ അവിടെ കിടക്കുന്നുണ്ട്. ഇത് 2020 സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം പിന്നെ ഞാൻ DB കയറി ജോലിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ വർഷം കോവിഡിൻ്റെ വർഷമാണ്. അപ്പം എനിക്ക് വളരെ പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആ സമയത്താണ് ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്കൊരു അപ്പൂപ്പനുണ്ട്, എൻ്റെ വളരെ ഡിസ്റ്റൻ്റ് ആയ റിലേറ്റീവാണ്. പക്ഷേ പേഴ്സണലി എനിക്ക് എൻ്റെ മെൻറ്ററും മോട്ടിവേറ്ററും ഒക്കെ അപ്പൂപ്പനൊരു കവിയാണ്, ഒരു ആക്ടിവിസ്റ്റാണ്. അപ്പൂപ്പൻ ചെയ്യാത്തായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ DBയിൽ വളരെ ഈ സാറ് പറഞ്ഞത് ഒരു ഹൈ പേയിങ് ജോബ് മേടിച്ചുകൊണ്ട് ഇരിക്കുവാണ്. അപ്പോൾ ഞാനിങ്ങനെ അപ്പൂപ്പനെ കോവിഡിൻ്റെ സമയത്ത് കാണാൻ പോയി. അപ്പോൾ അപ്പൂപ്പൻ ഇങ്ങനെ ചോദിച്ചു, എടാ നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ബാങ്കിലാണ്. അപ്പം ചോദിച്ചു നീ എന്താ ആക്ച്വലി ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇന്ത്യയിലോട്ട് FDI FPI ഒക്കെ കൊണ്ടുവരികയാണ്, കണ്ടോ എക്കണോമിയൊക്കെ ഇങ്ങനെ നമ്മൾ കാരണം ഗ്രോ ചെയ്യുകയാണ്. അപ്പോൾ അപ്പൂപ്പൻ ഇങ്ങനെ പറഞ്ഞു, എടാ നീ ചെയ്യുന്നതുകൊണ്ട് സാധാരണക്കാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം ഞാൻ എത്രയൊക്കെ അപ്പൂപ്പനെ കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ട് അപ്പൂപ്പനും കൺവിൻസ് ആവുന്നില്ല. ഞാൻ അപ്പൂപ്പനെ കൺവിൻസ് ആവാൻ നോക്കുമ്പോഴും ഞാനും ആക്ച്വലി കൺവിൻസ്ഡ് ആവുന്നില്ല. എൻ്റെ കൺവിക്ഷൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന വഴി എന്തെങ്കിലും ഒരു പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ എന്നുള്ളൊരു ആസ്പെക്റ്റ്. അത് കഴിഞ്ഞ് ആ കോവിഡിൻ്റെ ഇയറാണത്. അപ്പം എനിക്കും അറിയാം എല്ലാം നോട്ട് എവറിത്തിങ് ഈസ് ഗോയിങ് വെൽ. നമ്മൾ ചുറ്റും കാണുന്ന ആൾക്കാരുടെയൊക്കെ ഇൻകം പോകുന്നുണ്ട്, കടകൾ പൂട്ടി പോകുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ട് ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസിൻ്റെ അക്കൗണ്ട്സാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ ഈ കമ്പനീസിൻ്റെയൊക്കെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നോക്കുകയാണ്. ഇവരുടെ ആരുടെയും അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഒരു ഇതുമില്ല, കൂടുന്നേ ഉള്ളൂ. അപ്പം ബേസിക്കലി അവിടെ നിന്നാണ് എനിക്കൊരു ഡിസ്കണക്റ്റ് ഉണ്ടാകുന്നത്. ഞാൻ ചെയ്യുന്നതുകൊണ്ട് അപ്പൂപ്പൻ്റെ ആ ഒരു ചോദ്യം എപ്പോഴും മനസ്സിൽ കിടക്കുന്നത്, ഞാൻ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം സാധാരണക്കാർക്ക് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളൊരു ഇത്. നമുക്കതാണല്ലോ അത് ലോങ് ടേം ഹാപ്പിനെസ് വരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് മേ ബി ഇതിലോട്ടൊന്ന് പരീക്ഷിച്ച് നോക്കണം. എൻ്റെ അപ്പൂപ്പൻ തന്നെയാണ് പറയുന്നത്, നിനക്കിതൊന്ന് ട്രൈ ചെയ്തുകൂടെ എന്ന് അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ ഒരു ദിവസം എന്നെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിലോട്ട് ഫുൾ സ്വിങ് ആയിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ജേർണി പോകുന്നത്. അപ്പോൾ അങ്ങനെ UPSC പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രിപ്പറേഷൻ വരുന്നു, പ്രിലിംസ് എഴുതുന്നു, പാസ്സാവുന്നു, മെയിൻസ് എഴുതുന്നു, കയറുന്നില്ല. അടുത്ത വന്ന് പ്രിലിംസ് എഴുതുന്നു, പാസ്സാവുന്നു, മെയിൻസ് എഴുതുന്നു, ഇൻ്റർവ്യൂവിന് വരുന്നു. ഐ തിങ്ക് വി മെറ്റ് ഡ്യൂറിങ് ദാറ്റ് ടൈം. ഓക്കെ, അപ്പോഴും റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നില്ല. അപ്പോൾ ഈ തുടരെ പരാജയങ്ങൾ വരുമ്പോഴേ താങ്കൾ ഭയങ്കര ഇപ്പം രജത്തിൻ്റെ പ്രൊഫൈലിൽ കാണുമ്പോൾ ലയോളയിൽ പഠിക്കുന്നു, IIT പാലക്കാട്, IIM, ഡോയ്ഷ് ബാങ്ക് എല്ലാം ഭയങ്കര അച്ചീവ് ചെയ്തിട്ടിരിക്കുന്ന സംഭവമാണ്. UPSCയിലേക്ക് തിരിയുമ്പോഴത്തേക്കും അച്ചീവ്മെൻറ്റിനെക്കാട്ടും ഉപരി ഇവിടെ ഫെയിലിയറാണ് സംഭവിക്കുന്നത്. സോ ഇതെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്തത്? അത് ആക്ച്വലി വലിയൊരു സ്റ്റോറിയാണ്. കാര്യം സാറ് പറഞ്ഞ പോലെ തന്നെ IIT ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് കയറുന്നത്, IIM ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് കയറുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ തോറ്റ് പോവുകയാണ്. അപ്പം എനിക്ക് ആദ്യം തന്നെ മനസ്സിലാവുന്നില്ല എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നടാ, നീ ജീവിതം ഇനിയും ഒരുപാട് കാണാനുണ്ട്, നീ ഇതുവരെ തോറ്റു പോയിട്ടില്ല. അപ്പം ഒരുപാട് ഫെയിലിയേഴ്സ് ഫേസ് ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അപ്പം ബേസിക്കലി ഞാൻ ഈ തോൽവികളൊക്കെ ഞാൻ ഭയങ്കര പേഴ്സണലായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മേ ബി ഐ എം നോട്ട് വർത്ത് ഇറ്റ്, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി വളരെ പ്രത്യേകിച്ച് കഴിഞ്ഞ തവണത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് തളർന്നു പോയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് സാറിനെ പോലുള്ള ആ സമയത്ത് എഗെയിൻ പറയാനുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ റിസൾട്ട് വന്ന സമയത്ത് ഞാൻ ആകെ തകർന്നു പോയി. ഞാൻ എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലായിരുന്നു ഇരുന്നത്. അപ്പം ഞാനിങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി, എനിക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് ഒരു സൈഡിൽ വെച്ച് ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുവാണ്, ആരും വിളിക്കുന്നില്ല. അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം. അതുവരെ ഉള്ളവരെല്ലാം കൂടെ നിന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഞാൻ ഈ സാർമാരുടെ കാര്യം പറയുമ്പോഴത്തേക്കും എല്ലാവരും ആ സമയത്ത് അതുവരെ കൂടെ വന്നവരാരും ആ സമയത്ത് വിളിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് ആദ്യം വന്ന സാറിൻ്റെ കോളാണ്. ഞാനിങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ തളർന്നിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ട, എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലോ. സാറ് പറഞ്ഞടാ, നീ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കണം. ഞാൻ റിസൾട്ട് കണ്ട് നിൻ്റെ പേര് ഞാൻ അതിനകത്ത് എക്സ്പെക്റ്റ് ചെയ്തു. നീ ഇപ്പോൾ തീരുമാനമൊന്നും എടുക്കരുത്, നീ കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ കാണാൻ വന്ന് സാർ പറഞ്ഞു. അതെനിക്കൊരു അതെന്താ പറയുക, ആ സമയത്ത് അങ്ങനൊരു വാക്ക് ഭയങ്കര ആവശ്യമായിരുന്നു. അപ്പം എൻ്റെ കൂടെ അങ്ങനത്തെ നല്ല ഒരു സപ്പോർട്ട് സിസ്റ്റവും നല്ലൊരു സാറന്മാരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ് തിങ്. അത് കഴിഞ്ഞ് പിന്നെ ഞാനിത് റിയാലിറ്റിയിലോട്ട് വരുവാണ്. അപ്പം ഞാനിങ്ങനെ അനലൈസ് ചെയ്ത് മേ ബി ഞാനിതിന് പറ്റിയതല്ല. നമ്മൾ ഈ കുറുക്കൻ്റെ കഥ കേട്ടിട്ടില്ലേ, ഈ നമുക്ക് മുന്തിരിങ്ങ എത്തിപ്പിടിക്കാൻ പറ്റത്തില്ല, നമുക്കുള്ളതല്ല. അങ്ങനെ ഞാനും വിചാരിച്ച് ഞാൻ കുറുക്കനെ പോലെ തിരിച്ച് ജോലിയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് മര്യാദയ്ക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഇതിലായിരുന്നു. അന്നേരം സാറ് വീണ്ടും വരുവാണ് ജീവിതത്തിലോട്ട്. എനിക്ക് തോന്നുന്നു അത് സാറിൻ്റെ ഒരു വെൽ ക്രാഫ്റ്റഡ് സ്ട്രാറ്റജി തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ദീപു സാറും സിവിൽ സാറും സാറിനെ കൊണ്ട് എന്നെ വിളിക്കാനായിട്ട് പറയിപ്പിക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ മര്യാദയ്ക്ക് എൻ്റെ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സാറ് വീണ്ടും വിളിക്കുകയാണ്, എടാ നീ ഒന്നുകൂടെ ഒന്ന് കൊടുക്കണം,
നിനക്ക് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്, അത് നമുക്ക് അടുത്തവണ ഇതാവും, നിന്നിൽ എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് സാർ ആ സമയത്ത് പറയുന്നുണ്ട്. അപ്പം ആ കോൾ ആക്ച്വലി എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. അപ്പോൾ അതും ഇതിലോട്ട് തിരിച്ചു വരാനായിട്ടൊരു ആസ്പെക്ട്, ഒരു ഭയങ്കര അധികം ഒരു കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ പേരൻസും ആ സമയത്ത് എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തു, അവരുടെ കോൺട്രിബ്യൂഷൻ. പിന്നെ നാലാമത് എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ, ഈ പ്രോസസ്സ് ഒട്ടും ട്രാൻസ്പാരൻ്റ് അല്ല, ഇതിനകത്ത് ഫ്ലോസ് ഉണ്ട്. ഇതിൻ്റെ ഫ്ലോസ് വെച്ച് നമ്മൾ നമ്മുടെ കരിയറിനെയോ അല്ലെങ്കിൽ നമ്മുടെ വാല്യൂവിനെയോ ജഡ്ജ് ചെയ്യാൻ നോക്കരുത്. ആ ഒരു അവയർനെസ്സും കിട്ടി. അപ്പോൾ ഈ 4 കാര്യങ്ങൾ വന്നപ്പോഴാണ് ഐ ആം ബിയോണ്ട് ദിസ് എക്സാം, ആ ഒരു തോട്ട് എനിക്ക് വന്നു. ആ ഒരു തോട്ടാണ് എന്നെ ഈ ഒരു ഫെയിലിയേഴ്സിൽ നിന്ന് ഓവർകം ചെയ്യാൻ സഹായിച്ചത്. ഇപ്പം ഇതൊരു പേഴ്സണൽ ഞാൻ ഇതിനൊരു ഒബ്സർവ് ചെയ്യുന്നൊരു കാര്യം പറയാം. അതായത് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു IIT IIM പ്രോഡക്റ്റ് പഠിച്ച ഒരാൾ, ഒരു പ്രോഡക്റ്റ് എൻ്റെ ഫ്രണ്ടിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റത്തെ നിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറയുന്നത്. ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ സമയത്ത് ഇരിക്കുമ്പോഴത്തേക്കും ഈ ഒരു പ്രൊഫൈൽ, നിന്നെ കാണാതെ ഒരു പ്രൊഫൈൽ മാത്രം നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ. അതായത് ഒരു കോർപ്പറേറ്റ് എഡ്യൂക്കേറ്റഡ്, കോർപ്പറേറ്റ് ജോലിയൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾ ഇതിലേക്ക് വരുന്നു. ഓക്കെ, അപ്പം ഐ വാസ് വണ്ടറിങ് ലൈക്ക് ഓക്കെ, കുറച്ചും കൂടെ ഇറ്റ്സ് ലൈക്ക് മോർ ലൈക്ക് എന്താ പറയുക, ഒരു കോർപ്പറേറ്റ് വേൾഡിന് ഉള്ള ഒരു കുറച്ചും കൂടെ എക്കണോമിക്കലി റൈറ്റ് ഐഡിയാസൊക്കെ പറയുന്ന ഒരാളെന്നുള്ള രീതിയിൽ. ബട്ട് വൺസ് ഐ സ്റ്റാർട്ടഡ് ടോക്കിംഗ് വിത്ത് യു ആർ ഓൾമോസ്റ്റ് എൻ്റർലി ഓപ്പോസിറ്റ്. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള, ഭയങ്കര ഹ്യൂമനിസ്റ്റിക് വാല്യൂസ് ഉള്ള, നീ നേരത്തെ പറഞ്ഞ ഗ്രാൻഡ് ഫാദറിൻ്റെ ചോദ്യം, നിൻ്റെ അപ്പൂപ്പൻ്റെ ചോദ്യം ഭയങ്കര അതാണ് നിന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നു. ഒരു സൈഡ് നോക്കുമ്പം എഡ്യൂക്കേഷനൊക്കെ ഒരു ലൈൻ, ഇപ്പുറത്ത് നിന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് മണി, ഇറ്റ്സ് നോട്ട് പവർ, ഇറ്റ്സ് സംതിങ് അൾട്ടിമേറ്റ്ലി ഈസ് ദറ്റ് മൈ ആക്ഷൻസ് ഷുഡ് ബി ബെനിഫിറ്റിംഗ് ദ കോമൺ മാൻ എന്നുള്ളൊരു ബിലീഫ്. അപ്പം ഈ ഒരു കോമ്പിനേഷൻ ഈസ് വെരി ഗുഡ് ഫോർ ഈ സർവീസിലേക്ക് വരുന്നത്. ഇങ്ങനെ ഒരാൾ സർവീസിലേക്ക് വരുന്നത് സർവീസിന് ഭയങ്കര നല്ലതാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് നിൻ്റെ കഴിവുണ്ട്, ഉറപ്പാണ്, നിനക്ക് ഒരു എഫേർട്ടൊക്കെ കയറി പോകും. പക്ഷേ നിന്നെപ്പോലുള്ളൊരു വരണം സർവീസിലേക്ക്, ബിക്കോസ് സർവീസ് ഡിമാൻഡ്സ് ആൻഡ് എക്സ്പെക്ട്സ് പീപ്പിളിലേക്ക്. കാരണം ഒരു സൈഡിൽ വെൻ ദർ ആർ പീപ്പിൾ ഹൂ കംസ് ടു പബ്ലിക് സർവീസ് ഓൺലി ഫോർ മണി, പവർ, അവിടെ വരുമ്പം അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ദർ ഹാസ് ടു ബി പീപ്പിൾ ഹൂ കംസ്. അത് ഇങ്ങനെ സോഷ്യൽ സർവീസ് എന്നുള്ള ഇത് മാത്രമല്ല, സമൺ ഹൂ ഹാസ് ട്രെയിൻഡ് ഇൻ ദ അതർ സൈഡ്, സമൺ ഹൂ അണ്ടർസ്റ്റാൻഡ് ഹൗ ദ സിസ്റ്റം ഫങ്ഷൻസ് എന്ന്. അങ്ങനെയുള്ള ഒരാൾ വരികയും അദ്ദേഹം അത് എന്ത് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരാൾ വന്നിട്ട് ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എലമെൻറ്റും കൂടെ വരുമ്പം, അപ്പോൾ ഐ വാണ്ട് യു ടു റൈറ്റ് അഗെയിൻ ഫണ്ടമെൻ്റലി ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് അപ്പം ഞാൻ അതായത് ഇറ്റ്സ് ബിക്കോസ് ദ സൊസൈറ്റി ഓർ ദ സർവീസ് ആക്ച്വലി വിൽ ബി ബെനിഫിറ്റഡ് ഇഫ് യു ഗെറ്റ് ഇൻ ടു ദർ. അതായിരുന്നു എൻ്റെ ഒരു മോട്ടിവേഷൻ ഫാക്ടർ. സെക്കൻഡ് മോട്ടിവേഷൻ ഫാക്ടർ ഇസ് ദാറ്റ് ഡ്യൂറിങ് ദറ്റ് ഫസ്റ്റ് ഇൻ്റർവ്യൂ പ്രോസസ് വൈൽ യു ആർ ഗോയിങ് ത്രൂ ഐ ഫെൽ ദാറ്റ് യു ആർ കേപ്പബിൾ, നിൻ്റെ പ്രൂവൺ ആണ്. അപ്പോൾ UPSC വിൽ ഓൾസോ ബി വെരി ഹാപ്പി ടു ഹാവ് സമ്മൺ ലൈക്ക് യു. സോ ഡ്യൂറിങ് ദോസ് പീരീഡ്, അതായത് ആ ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ സമയത്ത് നീ വരുമ്പം ഐ എം വെരി കോൺഫിഡൻറ്റ് നിനക്ക് കയറാൻ സാധ്യതയുണ്ട്. അപ്പം നീ കയറിയില്ല. അപ്പം ഐ തോട്ട് ദാറ്റ് നീ ഒന്നുകൂടെ എഫോർട്ട് ഇട്ടാൽ കയറും, അതൊരു ആസ്പെക്റ്റ് ബിക്കോസ് ഓഫ് യുവർ എബിലിറ്റീസ്. എനിക്കതിന് നല്ല ഫെയ്ത്ത് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ഒരു കോമ്പിനേഷൻ, അതായത് IIM പോലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഡ്യൂക്കേറ്റഡ് ആവുകയും അന്ന് ഭയങ്കര സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഒരാൾ, ഇതൊരു ഭയങ്കര ലീത്തൽ കോമ്പിനേഷനാണ് അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുമ്പം നല്ലത്. അപ്പം നിന്നെപ്പോലുള്ളൊരു സർവീസിലേക്ക് വരണമെന്നൊരു അധികാരം ഉണ്ടായിരുന്നു. ഐ തിങ്ക് നമ്മൾ ദാറ്റ് വാസ് എ വെരി ലോങ് കോൾ, ഒരു 2 hour എന്താണ് നമ്മൾ. എന്നിട്ട് ഞാൻ പറയും നമ്മൾ ഈ കോളിനെ പറ്റി പിന്നെ സംസാരിക്കും, നമ്മൾ ഇൻ്റർവ്യൂവിൽ പറയും ഇങ്ങനത്തെ ഒരു കോളിനെ പറ്റി, ഇങ്ങനെ ഒരു കോൾ നീ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, അപ്പം സംതിങ് ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് ഈ ഓടുന്നത് നീ തന്നെ. അപ്പം നമ്മളൊക്കെ അല്ലെങ്കിൽ ഞാൻ നിന്നെ ഒന്ന് പുഷ് ചെയ്യുന്നു, വീണ്ടും എഴുതണമെന്ന് പറയുന്നു, പക്ഷേ ഇറ്റ് ഈസ് യു ഹൂ ഹാസ് ആക്ച്വലി റൺ ത്രൂ ദ പ്രോസസ്. അല്ല, എനിക്ക് അതിനകത്ത് ആക്ച്വലി ഒരു വിയോജിപ്പുണ്ട്. കാര്യം ഞാൻ എൻ്റെ എല്ലാം ഷട്ട് ഡൗൺ ചെയ്ത പ്രോസസ്സ് നിർത്താനായിട്ട് ഫുൾ റെഡിയായിരുന്നു. സാറ് ആദ്യം റിസൾട്ട് വന്ന സമയത്ത് ഞാൻ അത്ര മോശം ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ സാറ് ഇറ്റ്സ് ഓക്കെ, റിയാലിറ്റിയിലോട്ട് തന്നെ തിരിച്ചുകൊണ്ടുവന്ന ആ കോളാണ് ഫസ്റ്റ് തിങ്. സെക്കൻഡ്ലി മതിയാക്കി ഞാൻ ആ സമയത്ത് ജോബ് അപ്ലൈ ചെയ്ത് ഒരു ജോബും റെഡി ആയായിരുന്നു തിരിച്ചു പോകാനായിട്ട്. ഞാനവിടെ ജോയിൻ ചെയ്തു. പക്ഷേ എന്നാലും ആ സമയത്താണ് സാർ രണ്ടാമത്തെ കോൾ വിളിക്കുന്നത്. എടാ നിനക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് സാർ റിസൾട്ട് വന്നു നിൽക്കുന്ന സമയത്താണ്. സാറ് ഒരുപാട് 100 കൂട്ടം കമ്മിറ്റ്മെൻറ്റ്സ് വേറെ ആർക്കായാലും ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പൊട്ടി നിൽക്കുന്ന ഒരാളെ ഓർത്ത്
പുള്ളിയായിട്ട് ഒരു 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനായിട്ട് സാർ ഒരു എഫേർട്ട് എടുത്തായിരുന്നു. അപ്പോൾ അത് വെച്ചപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി കുറേ ട്രസ്റ്റ് ഉണ്ട് ഇതിനകത്ത്, ആരെങ്കിലും നമ്മളിൽ ബിലീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് തിരിച്ചു വന്നത്. പിന്നെ അത് മാത്രമല്ല, സാർ ആ സമയത്ത് എന്നോട് പറഞ്ഞടാ നീ എപ്പോൾ വേണമെങ്കിലും അക്കാഡമിയിലോട്ട് പോവാ, നിനക്ക് വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ പ്രിൻ്റ് ഔട്ട് ചെയ്ത് വെക്കും. ഞാൻ ജോലിയിൽ തിരിച്ച് ജോയിൻ ചെയ്തതും കൂടിയാണ്. എന്നിട്ട് ഞാൻ കോയമ്പത്തൂർ മറ്റോ ഒരു ഫ്ലാറ്റ് എടുത്തിരുന്ന് ഞാൻ അവിടെ ഇരുന്ന് ജോലിക്കൊന്നും പോകുന്നില്ല, ഞാൻ അവിടെ വെറുതെ ഇരിക്കുവാണ്. അപ്പോൾ ആ സമയത്ത് സാറിനെ വീഡിയോ കോളും ചെയ്യുന്നുണ്ട്, ഇങ്ങനെ എടാ നീ വീഡിയോയിൽ വാ. അപ്പം ഞാൻ മുറിക്കകത്തിരിക്കുവാണ്. ഞാൻ എന്നിട്ട് സാറിനോട് സാർ ഞാൻ ബിസിയാണ്, അല്ല നീ വീഡിയോയിൽ വാ. അപ്പോൾ ഞാൻ എന്നിട്ട് ഫോൺ ഓണാക്കി ഞാൻ വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ സാറിന് മനസ്സിലായി അവനാകെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ സാർ അന്നേരം പറഞ്ഞടാ നീ ഉടനെ തന്നെ തിരിച്ച് തിരുവനന്തപുരത്തോട്ട് വാ, അല്ലെങ്കിൽ ഞാൻ നിനക്ക് അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് ഔട്ട് എടുത്ത് തരാം, നീ ഇവിടെ വന്ന് പ്രിലിംസ് എഴുതണം, ഇത്തവണ എഴുതണം. അപ്പം ഞാനിങ്ങനെ സാറിനോട് പറയുന്നുണ്ട്, ഞാനത് എഴുതിയൊന്നുമില്ല, പക്ഷേ ആ സമയത്ത് ലൈക്ക് നമ്മളെ പുഷ് ചെയ്യാൻ ആൾക്കാരുണ്ടെന്നുള്ളൊരു ബിലീഫ്. സാർ ആഫ്റ്റർ ഓൾ ഇത് നമ്മൾ മാത്രം എഴുതുന്ന എക്സാം അല്ല, ഒരുപാട് ആൾക്കാരുടെ ബിലീഫ്, ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് അത് വെച്ച് നമ്മൾ എഴുതുന്ന ഒരു എക്സാമാണ്. അപ്പോൾ ആ സമയത്ത് സാറിനെ പോലെ ഇത്ര സീനിയറായ ഒരു ഫാക്കൽറ്റി നമ്മളെ മറന്നിട്ടില്ല. ലൈക്ക് ഞാൻ ത്രൂ ഔട്ട് അക്കാഡമിയായിട്ട് അസോസിയേറ്റഡ് ആ ഒരു ഇൻ്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമിലാണ്. എന്നിട്ട് വെച്ച് ആ ഒരു സമയത്ത് ഒരു ഇത് വെച്ചിട്ട് മാത്രം സാർ എന്നെ വിടാതെ സത്യം പറഞ്ഞാൽ പുറകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ എന്നിട്ട് എഴുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ സാറിൻ്റെ ആ ഒരു ബിലീഫ്, അതാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു അറ്റംപ്റ്റ് ഞാൻ എഴുതാനായിട്ടൊരു മേജർ ഡ്രൈവിംഗ് ഫോഴ്സായിട്ട് വരുന്നത്. അപ്പം ഞാനൊരിക്കലും വിചാരിക്കുന്നില്ല എൻ്റെ മാത്രം എഫേർട്ടാണ്. കാര്യം അത് തുടങ്ങാനുള്ള ആ ഫ്യൂവൽ, ഇപ്പം നമ്മൾ ഓക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാറാണ്, പക്ഷേ സാർ അന്ന് ഒഴിച്ചു തന്ന ഫ്യൂവലാണ് ആ അറ്റംപ്റ്റ് ഡ്രൈവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഓരോ തവണ റിസൾട്ട് വരുമ്പോഴും ഞാൻ പറയുന്നുണ്ടായിരുന്നു പ്രിലിംസ് ക്ലിയർ ചെയ്യുമ്പോൾ വരും. അപ്പം ഞാൻ പറയാം നീ കയറും, മെയിൻസ് കഴിഞ്ഞപ്പോഴും ദാറ്റ്സ് ട്രൂ. അപ്പം ഞാനിങ്ങനെ ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസം ആദിത്യൻ്റെ എന്ന് പറഞ്ഞ എത്തണ റാങ്കിലാണ്, ഇതുപോലെ തന്നെ ഒരു സിമിലർ ഇൻസിഡൻ്റ് ആയിരുന്നു. ഇതുപോലെ ഒരു ഫെയിലിയറിന് ശേഷം വീണ്ടും എഴുതുമ്പോഴത്തേക്ക് അപ്പം ആദിത്യൻ്റെ ഫാദർ പറഞ്ഞൊരു കാര്യം, ഞാൻ സാറിനെ വന്ന് കണ്ടപ്പം സാറ് പറഞ്ഞു ഇവനോട് എഴുതാൻ പറ. അപ്പോൾ അത് എനിക്ക് തന്നൊരു കോൺഫിഡൻസ് വരും. അപ്പം ഞാൻ പറഞ്ഞു ആസ് എൻ മെൻറ്റർ അല്ലെങ്കിൽ ആ സമ്മൺ ഹൂ ഇസ് ഇൻ ദി ഇൻഡസ്ട്രി, എനിക്കുള്ളൊരു ഫ്യൂൽ ഇതാണ്. നിങ്ങളിത് പറയുമ്പം സോ നമ്മൾ പിക്ക് ചെയ്യുന്നത് കറക്റ്റാകുന്നുണ്ട്, നമ്മൾ പുഷ് ചെയ്യുന്നത് കറക്റ്റാകുന്നുണ്ട് എന്നുള്ളത്. സോ ദാറ്റ് ഈസ് അഗെയിൻ ലോട്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഫോർ മീ ഓൾസോ. നിങ്ങളുടെയൊക്കെ റിസൾട്ട്സ് വരുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ഒരു കിക്ക് എന്ന് പറയുന്നത് ഇതാണ്, ഞാനെന്ന് പറഞ്ഞ് നമുക്ക് കയറിയല്ലോ. അപ്പോൾ ഇപ്പം നീ എന്നെ കഴിഞ്ഞ ദിവസം വിളിക്കുമ്പം ഞാൻ ലുലുവിൽ വൈഫിൻ്റെ കൂടെ നിൽക്കുകയാണ്. അപ്പം വൈഫിനോട് നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അവളത്ത് പറഞ്ഞു അത് അപ്പോൾ ചോദിച്ചാൽ ഞാൻ ഒരു സ്റ്റുഡൻറ്റാണ്, ഞാൻ എന്തല്ലോ ഞാൻ കയറുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കയറി. അപ്പോൾ അത് പറയാൻ വിളിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ അവളിനെ എങ്ങനെ നോക്കുന്നുണ്ട്, ഇതൊന്നും ഇത്ര വലിയ കാര്യമാണോ എന്നുള്ള രീതിയിൽ. ഇനി കറൻ്റ്ലി ഇപ്പം നിനക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു സർവീസ് IPS ആണ്, ഇന്ത്യൻ പോലീസ് സർവീസാണ്. യു ആർ സമ്മൺ ഹു ടേക്സ് കെയർ ഓഫ് യുവർ ഹെൽത്ത് വെരി സീരിയസ്ലി. ഫുട്ബോൾ കളിക്കും, പിന്നെ ബോക്സിങ് ബേസിക് കാര്യങ്ങളൊക്കെ അറിയാം, വർക്കൗട്ട് ചെയ്യാറുണ്ട്. നൗ നിനക്ക് IPSനോട് എത്രത്തോളം എങ്ങനെയാണ്, IPS ആണോ? ബിക്കോസ് നിൻ്റെ ഒരു എനിക്കൊന്നും ബ്രെയിൻ അല്ലെങ്കിൽ നിൻ്റെ ബ്രെയിൻ നിന്നെ ചിലപ്പം ട്യൂൺ ചെയ്തിരിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ടായിരിക്കാം, ചിലപ്പോൾ മൈൻഡ് ചിലപ്പോൾ ട്യൂൺ ചെയ്തിരിക്കുന്ന ഒരു പോലീസ് ഓഫീസറായിട്ടായിരിക്കാം. ഹൗ ഡു യു തിങ്ക് ദാറ്റ് വേർ യു ആർ ഗോയിങ് ടു കീപ് യുവർ നിന്നെ നീ എവിടെ പ്ലേസ് ചെയ്യാൻ പോകുന്നത്? സാർ ആക്ച്വലി സാർ അത് പറഞ്ഞ വളരെ കറക്റ്റാണ്. കാര്യം എൻ്റെ ബ്രെയിൻ ട്യൂൺ ചെയ്തിരിക്കുന്ന ഒരു മാനേജ്മെൻറ്റ് സൈഡ്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലോട്ടാണ്. ഞാൻ പഠിച്ചിരിക്കുന്നതും എല്ലാം അത് തന്നെയാണ്. പക്ഷേ ഹാർട്ടിൽ എപ്പോഴും പറയുന്നത് ഒരു IPS അല്ലെങ്കിൽ ഒരു പോലീസ് സർവീസ് ആ ഒരു രീതിയിലോട്ടാണ്. ഞാൻ എൻ്റെ ബോഡി ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതുമാത്രമല്ല സാർ വേറെയും കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം 2008 മുംബൈ അറ്റാക്സ് ഓർമ്മ, അപ്പം അവിടെ ATS ചീഫായിട്ട് ഹേമന്ത് കർക്കറെ സാറ്. അപ്പം ഞാനിങ്ങനെ 10ാം ക്ലാസ്, എനിക്ക് 10 വയസ്സുള്ള ആ സമയത്ത്, അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ അറ്റാക്ക് നടക്കുന്നുണ്ടെന്ന് സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ കേൾക്കുവാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ന്യൂസിൽ ഇതൊക്കെ വെച്ച് കാണുന്നുണ്ട്. അപ്പം ഞാൻ കാണുവാണ് ഒരു എവിടുന്ന് ഒരു പുള്ളി വരുവാണ്. അപ്പോൾ അച്ഛൻ പറയണം, ATSൻ്റെ ചീഫ് വന്നിട്ടുണ്ട്, ഇനി ഒരു പ്രശ്നമില്ല. സാറ് എനിക്ക് തോന്നുന്നു ഒരു സിമ്പിൾ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പം വേറെ ആരെങ്കിലും ആണെങ്കിൽ അവരുടെ കോൺസ്റ്റബിൾസിനെ പറഞ്ഞു വിടും, എടാ നീ നിങ്ങൾ ഇത് പോയി ചെയ്യ്, അവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ലീഡ് ചെയ്യത്തുള്ളൂ. ഇത് പുള്ളി ഇറങ്ങി വന്ന് നേരെ ആക്ഷനിലോട്ട് എടുത്ത് ചാടുവാണ്, ഒരു ഹെൽമെറ്റ് പോലും വെക്കുന്നില്ല. അപ്പോൾ പുറകിലുള്ള ഒരു കോൺസ്റ്റബിൾ, ഇപ്പോൾ ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് ഇത്രയും 15 കൊല്ലത്തിന് ശേഷം ഇപ്പോഴും മനസ്സിൽ കിടക്കുകയാണ്. കോൺസ്റ്റബിൾ വന്നിട്ട് സാർ ഇങ്ങനെ ഹെൽമെറ്റ് വെക്കുക, എന്നിട്ട് ആ കോൺസ്റ്റബിളാണ് പുള്ളിയെ നിർബന്ധിച്ച് പിടിച്ച് ഹെൽമെറ്റ് എഴുതിപ്പിക്കുന്നത്. എൻ്റെ സാറ് കയറി പോവുകയാണ്. അപ്പോൾ ആ ഒരു സീൻ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി എല്ലാം റെഡിയാവും, നമ്മുടെ ചീഫ് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ എന്നിട്ട് ഞാൻ കളിക്കാൻ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ഇപ്പം പുള്ളി ഇങ്ങനെ മരിച്ചുപോയി എന്ന് പറയുന്നൊരു വാർത്തയാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ അതിപ്പോൾ 15 വർഷം കഴിയുമ്പോഴും അതിൻ്റെ മനസ്സിൽ ഇരിപ്പുണ്ട്. അപ്പം എഗെയിൻ ആ ഒരു ഹാർട്ടും
നമ്മുടെ ബ്രെയിനും തമ്മിലൊരു കോൺഫ്ലിക്റ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനകത്ത് ഹാർട്ട് തന്നെയാണ് എപ്പോഴും മുന്നോട്ട് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ IPS എപ്പോഴും ഒരു സ്പെഷ്യൽ സർവീസ് ആയിട്ട് എൻ്റെ മനസ്സിൽ ഇരിപ്പുണ്ട്. പക്ഷേ അഗെയിൻ നമ്മുടെ ബാക്കി ഇത് ഒരു വളരെ ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ വരുന്നതാണ്. അപ്പം ഒരുപാട് ഇനി ഫീഡ്ബാക്കും സജഷൻസും എടുത്തിട്ട് എങ്ങനെ പ്രൊസീഡ് ചെയ്യണം എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. See, there is IPS ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സർവീസുകളാണ്. ബട്ട് ഡോണ്ട് യു തിങ്ക് ദാറ്റ് ആസ് എ പോലീസ് സർവീസ് ഇറ്റ് സെൽഫ് ഒത്തിരി ഒന്ന് മോഡേണൈസ് ചെയ്യാനും ഒത്തിരി മാറ്റങ്ങൾ വരേണ്ട ഒരു സർവീസ് അല്ലേ? സോ വാട്ട് ഈസ് യുവർ പെർസെപ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദ IPS? ഇറ്റ് ഷുഡ് ചേഞ്ച്, റൈറ്റ്? തീർച്ചയായും സാർ. അപ്പം നമ്മൾ പൊതുവേ കാണുന്നതെന്ന് പറഞ്ഞാൽ ഓഫീസേഴ്സ് അതിനെ ഒരു പവർ ഉപയോഗിച്ച് ഒരു ഡോമിനേറ്റിംഗ് സർവീസായിട്ട് കാണുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അത് മാറിയിട്ട് അതൊരു സർവീസ് എന്നുള്ള രീതിയിൽ ആ പവർ പോസിറ്റീവായിട്ട് ഉപയോഗിച്ച് ജനങ്ങൾക്കിടയിൽ നിൽക്കാനായിട്ടുള്ളൊരു മാറ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ സാർ ഈ പറഞ്ഞ അപ്ഡേഷൻ്റെ കാര്യങ്ങൾ നമുക്കിപ്പോൾ ഒരുപാട് ഡേറ്റ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ AI ഉപയോഗിച്ചിട്ട് ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്ത് അതെ ആ ഒരു ഇതും കൂടെ ഇതിനകത്ത് വന്നാൽ എനിക്ക് തോന്നുന്നു ഡെഫിനറ്റായിട്ട് ആൾക്കാരുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരാൻ ഈ സർവീസിന് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ വി വർ ഏർലി ടോക്കിംഗ് അബൌട്ട് ദ ഡ്രഗ് അബ്യൂസ് ദാറ്റ് ദ കേരള ഫേസസ്, റൈറ്റ്? അപ്പം ഐ തിങ്ക് ഡേറ്റ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ടെക്നോളജി യൂസേജൊക്കെ ഇത്തരം ഇഷ്യൂസ് കോർ ഇഷ്യൂസ് അഡ്രസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണ്ടേ? തീർച്ചയായും സാർ, തീർച്ചയായും. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പ്യൂണിറ്റീവ് ആയിട്ടുള്ളൊരു എഫേർട്ടാണ് നോക്കുന്നത്. പക്ഷെ നമുക്ക് കുറച്ച് ഡേറ്റ കുറച്ച് അനലിറ്റിക്സ് ഡ്രിവൺ ആയിട്ട് നമുക്ക് ഇതിൻ്റെ പുറകെ പോയാൽ കുറച്ചുകൂടെ പ്രിവെൻറ്റീവ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനും പറ്റും. കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് റിഹാബിലിറ്റേറ്റീവ് മെഷേഴ്സ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റും. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫൈനൽ ഗോൾ അതായിരിക്കണം. കാര്യം എവ്രി വൺ ഡിസേർവ്സ് എ സെക്കൻഡ് ചാൻസ്. നമ്മളവരെ ക്രിമിനൽസ് ആയിട്ട് കാണാതെ അവരെ റിഫോം ചെയ്ത് പുറത്ത് കൊണ്ടുവരാനായിട്ട് എനിക്ക് തോന്നുന്നു ഈ സർവീസിനധികം വളരെയധികം സ്കോപ്പ് ഉണ്ട്. സർവീസ് കാരണം ഇപ്പോൾ കേരളത്തിലാണെങ്കിലും സാറ് ഒക്കെ പ്രിസൺ റിഫോംസിലാണെങ്കിലും അതുപോലെ പ്രിസണേഴ്സിൻ്റെ റിഫോംസിലൊക്കെ ആണെങ്കിലും ഒത്തിരി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതാണ്. ആൻഡ് സോ ഐ തിങ്ക് താങ്കളുടെ ആ ഒരു ആ രജത്തിൻ്റെ കാഴ്ചപ്പാട് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. അതായത് പോലീസിങ് ഈസ് നോട്ട് മിയർലി പ്യൂണിറ്റീവ്, ഇറ്റ്സ് പ്രിവെൻറ്റീവ് ആൻഡ് ദർ ഇസ് എ റോൾ ഓഫ് എ റിഫോർമേഷൻ ഓഫ് ദ. ഓക്കെ, സോ രജത്തിന് there is always a story of underachiever reaching UPSC, അല്ലേ? അപ്പം യു ആർ ആൻ അച്ചീവർ ആൻഡ് അപ്പം നീ വീണ്ടും UPSC അച്ചീവ് ചെയ്യുന്നു. ബട്ട് സംവെയർ അലോങ് ദ ലൈൻ ഒരു ഭയങ്കര ഡിപ്പുണ്ടല്ലേ? അപ്പോൾ ഈ ഡിപ്പിൽ കൂടെ ഒത്തിരി പേര് പാസ് ചെയ്തുകൊണ്ട് എവരിവൺ ഈസ് ടോക്കിംഗ് അബൌട്ട് ദ സ്റ്റോറി ഓഫ് അണ്ടർഡോഗ്സ് ഹു ഇസ് റീച്ചിങ് ദർ. നോബഡി ടോക്സ് അബൌട്ട് ദ സ്റ്റോറി ഓഫ് സമൺ ഹു അവൻ IIT അല്ല, അവൻ IIM അല്ലേ, അവൻ അവിടെ എത്തും. ബട്ട് ഈ IIT IIM നിൽക്കുന്ന ഒരുത്തൻ ഒരു UPSCയുടെ ഗോളിലേക്ക് എത്തുന്നതിന് ഇടയ്ക്ക് വെച്ചിട്ട് അവൻ പോകുന്ന പ്രോസസ്സ്, ഇടയ്ക്ക് വെച്ച് അവൻ നേരിടുന്ന ചാലഞ്ചസ്, നോബഡി ടോക്സ് അബൌട്ട് ഇറ്റ്. അപ്പം ഹൗ ഡിഡ് യു ഓവർകം? ഞാൻ നേരത്തെ പറഞ്ഞു ഫാമിലി, പേരൻസ് ഇമ്പോർട്ടൻറ്റാണ്, യുവർ ഫ്രണ്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ്, പിന്നെ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ട്. ബട്ട് മെൻ്റലി സ്ട്രോങ് ആയിട്ട് എങ്ങനെയാണ് നിന്നത്? സാർ അതിന് ഫസ്റ്റ് ഇത് എൻ്റെ പേരൻസാണ്. സാറ് പറഞ്ഞ പോലെ ഇപ്പം ആഫ്റ്റർ ഓൾ നമ്മൾ IIT IIM നമ്മൾ മനുഷ്യരാണ് സാർ, നമുക്കും പ്രശ്നങ്ങളുണ്ട്. അതാരും മനസ്സിലാക്കുന്നില്ല. നമ്മൾ ആദ്യം തന്നെ ആൾക്കാർ എന്തോ ഹൈ പെഡസ്റ്റലിൽ വെച്ച് നമുക്ക് വി ഷുഡ് ബി ഫ്ലോലെസ് അങ്ങനെയാണ് വന്നത്. അപ്പം എൻ്റെ ഹൈ പേയിങ് ആയിട്ടുള്ള DBയിലെ ജോബ് വിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഫാമിലിയിൽ നിന്നുണ്ടായൊരു ചോദ്യം, ഇവൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇവൻ എന്ത് കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അന്നേരമൊക്കെ ഒരു ഷീൽഡായിട്ട് എൻ്റെ മുന്നിൽ വന്ന് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത എൻ്റെ പേരൻസാണ്. 100% എനിക്ക് ഈ വരുന്ന ഈ ബുള്ളറ്റുകളൊന്നും ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഇവർ വന്നിട്ടില്ല. ഒരു ഗാർഡിയൻ ഏഞ്ചൽസായിട്ട് എന്നെ ഷീൽഡ് നിന്ന് നിർത്തിയ എൻ്റെ അച്ഛനും അമ്മയാണ്. ത്രൂ ഔട്ട് എൻ്റെ ഈ അറ്റംപ്റ്റിനകത്തൊക്കെ ഞാൻ ഈ ഡിപ്പ് വന്നപ്പോഴും എന്നെ ട്രസ്റ്റ് ചെയ്ത് സാറിനെ പോലുള്ള ആൾക്കാർ കൂടാതെ ഇതാണ് കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ഒരാൾ എഴുതുന്ന പരീക്ഷയല്ല, ഇത് ഒരുപാട് ആൾക്കാർ എഴുതുന്ന പരീക്ഷ. അതുപോലെ തന്നെ റിലേറ്റീവ്സിൻ്റെ ഇടയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു, അതുപോലെ തന്നെ നെയ്ബേഴ്സിൻ്റെ ഇടയിൽ. ആ സമയത്ത് ഞാൻ വർക്ക് ഫ്രം ഹോം ഒരു അറേഞ്ച്മെൻറ്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഞാൻ വർക്ക് ചെയ്യും, അതിൻ്റെ കൂടെ പഠിക്കും. രാത്രി 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ജിമ്മിൽ ഇറങ്ങും. അപ്പം കറുത്ത ഷർട്ടൊക്കെ ഇട്ട് ഞാൻ ജിമ്മിൽ പോവാണ്. ഇവൻ എന്താ രാത്രി പുറത്തിറങ്ങുന്നത്, രാത്രി ഇടപാട്. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി വന്നിട്ടുള്ള ചോദ്യമാണ്. എൻ്റെ അച്ഛനോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, അതായത് രാജീവ് മോർണിംഗ് രാത്രി എന്താ പരിപാടി, രാത്രിയാണോ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെ വരെയുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അതായത് ഇപ്പം സാറ് വാഴ സിനിമ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, അതിനകത്ത് ക്ലൈമാക്സിനകത്ത് അസീസ് നെടുമങ്ങാട് സാർ ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് എൻ്റെ അച്ഛൻ. അപ്പോൾ അത് ഒരു അച്ഛൻ്റെ റോള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത്. രണ്ടാമത് അമ്മ. അതായത് ഇപ്പം എൻ്റെ ഇതിനകത്ത് എനിക്ക് കൊളീഗ്സ് ഉണ്ട് ഒബ്വിയസ്ലി, പക്ഷേ ചിലപ്പോഴൊക്കെ വർക്ക് ഫ്രം ഹോം ആയിരിക്കുമ്പോൾ ഞാൻ വീട്ടിൽ ഇരുന്നായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക്
ഭയങ്കര ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു ഫേസാണിത്. ഇപ്പോൾ IIT-യിൽ IIM-യിലൊന്നും നമ്മളെ ഇതൊന്നും ഡീൽ ചെയ്യാനൊന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല. ഹൈ പ്രഷർ വർക്ക് എൻവയറൻമെൻറ്റ്സ് ഡീൽ ചെയ്യാൻ പറയുന്നത്, പക്ഷേ ഇങ്ങനെ ടയറിങ് ആയിട്ടുള്ളൊരു ഇത് ഡീൽ ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുന്നില്ല. ആ സമയത്ത് അമ്മയാണ് ഫുൾ സപ്പോർട്ട്. അതായത് ഞാൻ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ, എനിക്ക് ഇപ്പോൾ സാറിനെ അറിയാലോ, എനിക്ക് വർത്താനം പറയാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അമ്മയായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഹാർഡ് സൈഡൊക്കെ അച്ഛൻ ഡിഫ്ലക്ട് ചെയ്തെടുക്കും, ഈ സോഫ്റ്റ് സൈഡൊക്കെ അമ്മയാണ് ഡിഫ്ലക്ട് ചെയ്തത്. ഞാൻ വൾണറബിൾ ആവുന്ന സമയത്ത് ഞാൻ അമ്മയുടെ അടുത്ത് പോകും, അമ്മയെ പിടിച്ചിരുത്തും. അമ്മയ്ക്ക് രാവിലെ 9 മണിയാകുമ്പോൾ അമ്മയ്ക്ക് ജോലിക്ക് കയറണം, പക്ഷേ എനിക്ക് 10 മണിയാകുമ്പോൾ കയറിയാൽ മതി. ഞാൻ രാവിലെ അമ്മയുടെ അടുത്ത് അടുക്കളയിൽ പോയി നിൽക്കും, എന്നിട്ട് 3 മണിക്കൂറൊക്കെ അമ്മയോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം അമ്മ ലേറ്റ് ആവും. അപ്പോൾ അത്രത്തോളം നമ്മുടെ ഫാമിലി നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരിക്കലും എൻ്റെ ഒരു റെസിലിയൻസ് അല്ല, എൻ്റെ ഫാമിലി കാരണം എനിക്കുണ്ടായ റെസിലിയൻസ് ആണ് ഈ ഒരു ഡിപ്പിൽ കൂടെയൊക്കെ എന്നെ ഗൈഡ് ചെയ്യാൻ നോക്കിയത്. പിന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ കാര്യവും പറയണം. ഇപ്പോൾ സാറ് എഗെയിൻ ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ എന്നെ വിളിച്ച്, എടാ നീ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ, അതായത് സാർ എനിക്ക് ടെസ്റ്റ് സീരീസ് അയച്ചു തരുമോ അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുമോ, അങ്ങനത്തെ ഡൗട്ട്സ് പറഞ്ഞു തരുമോ, അങ്ങനെയൊന്നും അല്ല സാർ എന്നെ മെൻറ്റർ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഇമോഷണലി എന്നെ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാറ് ചെയ്തത്. ആൻഡ് വെനെവർ ഐ കോൾഡ് യു ആർ അവൈലബിൾ. അതിൻ്റെ എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഞാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് സാറിന് ഇവിടെ വന്നപ്പോൾ രാത്രി 10 മണിക്കാണ് സാർ എനിക്കൊരു സെഷൻ എടുത്തു തന്നെ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, സാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ എടുത്ത് സംസാരിക്കുന്നു. അപ്പം ഞാനിത് സാർ എന്താ ഇങ്ങനെ, അപ്പോൾ അപ്പോഴാണ് ഞാനിങ്ങനെ സാറിനോട് ചോദിക്കുന്നത്, സാർ എന്താ സാർ എന്തെങ്കിലും അത്യാവശ്യമുണ്ട്, ഞാൻ പിന്നെ വരണം. അതായത് എൻ്റെ മോൻ ആശുപത്രി കിടക്കുകയാണ്, വൈഫാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അത്രയ്ക്ക് ഞാൻ എവിടുന്ന് സാർ ആദ്യമായിട്ട് എന്നെ കാണുവാണ്, ഒരു പയ്യൻ വെറുതെ പുറത്തുനിന്ന് വന്നു, സാറിന് സുഖമായിട്ട് എന്നോട് നാളെ വാ എന്ന് പറയായിരുന്നു. സാർ ആ സമയത്ത് ചെയ്തില്ല. രാത്രി 10 മണിക്ക് സാറിൻ്റെ മോൻ അതായത് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്ന സമയത്ത് സാറിൻ്റെ കൂടെ നിന്ന് അത് വർക്ക് ചെയ്ത് തന്നു. അപ്പോൾ ബേസിക്കലി നമ്മുടെ മാത്രം ഒരു എഫേർട്ട് അല്ലേ ഇത്, നമ്മുടെ മെൻറ്റേഴ്സ് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം നമുക്ക് വേണ്ടി അത്രയ്ക്ക് സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കിട്ടിയ സമയത്ത് ഞാൻ ആദ്യം സാറിന് താങ്ക്സ് പറയുന്നതിന് മുന്നേ സാറിൻ്റെ വൈഫിനും മോനാണ് ഞാൻ താങ്ക്സ് പറയാനായിട്ട് പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം ഒരു സപ്പോർട്ട് സിസ്റ്റം എനിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് എന്നെ ഈ ഒരു ഇതിൽ നിന്ന് ഓവർകം ചെയ്യുന്നത്. There are many people who are over there who wants to clear this examination. അവർക്ക് എന്തൊരു മെസ്സേജാണ് രജത് കൊടുക്കാനുള്ളത്? സർ, ഞാനും ഇത് ഈ ജസ്റ്റ് ഈ പരീക്ഷ പാസ്സായിട്ടേ ഉള്ളൂ, അത്രയും ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ പേഴ്സണാലിറ്റി എക്സാം അല്ല ഡിഫൈൻ ചെയ്യേണ്ടത്. അത് ബോധ്യം വന്ന സമയം ആ ഒരു അറ്റംപ്റ്റാണ് ഞാൻ ആക്ച്വലി ഇപ്പോൾ ക്ലിയർ ചെയ്തത്. ഞാൻ വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് റോൾസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു വർക്കിംഗ് പ്രൊഫഷൻ, ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാനൊരു ജോലി ചെയ്യുന്നുണ്ട്, ഞാനൊരു ബ്രദറാണ്, ഒരു ഫ്രണ്ടാണ്, മകനാണ്, ഒരു മാർഷൽ ആർട്ടിസ്റ്റാണ്, ഒരു ഫുട്ബോളറാണ്. നമ്മൾ അതെല്ലാമാണ്. അല്ലെങ്കിൽ അല്ലാതെ വെറുതെ ഒരു ആസ്പിറൻ്റ് എന്നൊരു ഐഡൻറ്റിറ്റിയിൽ നമ്മൾ ഒരിക്കലും നമ്മളെ കൺഫൈൻ ചെയ്യാൻ നോക്കരുത്. എത്രയൊക്കെ നമ്മൾ ഇതെല്ലാമാണ്. അഗെയിൻ വി ആർ സോ മച്ച് മോർ. ആ ഒരു തോട്ട് നമുക്ക് എപ്പോഴും വരണം. പിന്നെ എപ്പോഴും മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ, UPSC മെറിറ്റ് മാത്രം അളക്കുന്ന ഒരു എക്സാം അല്ല. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ക്ലിക്കായാൽ മാത്രം കയറി പോകുന്നൊരിതാണ്. അതായത് ഇപ്പോൾ ഇൻ്റർവ്യൂ പോലുള്ള പ്രോസസ്സൊക്കെ വളരെയധികം സബ്ജക്റ്റീവാണ്. എവിടെയോ ഇരുന്ന് എന്തോ ഒരു കീ വെച്ചിട്ടാണ് ആൾക്കാർ നമ്മുടെ പേപ്പർ നോക്കുന്നത്. അത് എങ്ങനെയാണ് നോക്കുന്നതെന്നും പറ്റി ആർക്കും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇതിനകത്തൊരു ഫെയിലിയർ വന്നു എന്ന് പറഞ്ഞ് തളർന്നു പോകാതിരിക്കുക, നമ്മുടെ സപ്പോർട്ട് സിസ്റ്റത്തിനെ ചേർത്ത് പിടിക്കുക. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു മെൻ്റലി നമ്മൾ ബെറ്റർ ആവും, ഇമോഷണലി നമ്മൾ ബെറ്റർ ആവും, ആൻഡ് ഓൾ ടുഗദർ നമ്മൾ കുറെ കൂടെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ആ ഒരു ഇതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. I think there is a very beautiful message there. Every aspirant is not merely an aspirant himself, and he shouldn't be merely an aspirant. There are other roles in his life which he should take as part of this. So that's a very good message. So രജത്ത് ആഗ്രഹിക്കുന്നത് പോലുള്ളൊരു സർവീസ് സ്കീം, രജത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ ചോദിച്ച ചോദ്യം വീണ്ടും വിൽ കം ബാക്ക് ടു ദ ഫണ്ടമെൻ്റൽ തിങ്, ബിക്കോസ് ദാറ്റ്സ് നമ്മൾ ഈ ബിൽഡിംഗ് ഫൗണ്ടേഷൻ വെക്കുമ്പോൾ ഫസ്റ്റ് കല്ല് വെക്കുന്ന പോലെ ദാറ്റ്സ് എ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് യുവർ ജേർണി. ഐ സ്ട്രോങ്ലി ബിലീവ്സ്. കാരണം നിന്റെ ഗ്രാൻഡ് ഫാദർ ചോദിക്കണം, നീ ചെയ്യുന്നത് കൊണ്ട് സാധാരണക്കാരൻ എന്ത് മാറ്റം ഉണ്ടാകും. അപ്പോൾ രജത്തിൻ്റെ സർവീസിൽ അത് IPS ആണെങ്കിലും IAS ആണെങ്കിലും സർവീസ് ആണെങ്കിലും രജത്ത് ചെയ്യുന്ന ആക്ഷൻസ് മൂലം സാധാരണക്കാരുടെ ലൈഫിൽ മാറ്റം ഉണ്ടാകട്ടെ. ആൻഡ് ത്രൂ ദാറ്റ് യു ആൻഡ് ഹിം ഗ്രാൻഡ് ഫാദർ, he also become happy. അപ്പോൾ എല്ലാവിധ ആശംസയും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.